അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ ഒരുപാട് ദിവസത്തിന് ശേഷം ഒരു വ്ളോഗായിട്ട് നമുക്ക് കൂടിയാലോ. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്ക് വീട്ടിലെ കുറച്ച് വിശേഷമൊക്കെ കാണിച്ചു തരാം. കുറേ ദിവസമായാലും നമ്മളൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും എന്താ അവസ്ഥ? സുഖം തന്നെ അല്ലേ? നമുക്ക് സുഖമാണ്, അൽഹംദുലില്ലാ, കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. രാവിലെ നീച്ചപ്പോൾ അടുക്കളയിൽ മക്കൾക്ക് ഫുഡ് കൊടുക്കുന്ന തിരക്കിലാണ് സീനു. മഴ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മ. എന്ത് ഉണങ്ങാട്ടോ? ഇത് ഉണങ്ങണില്ലേ? മഴക്കാറ് കയറുകയാണ്. അപ്പൊ ഗൈസ്, പെൻഷൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോ ഭർത്താക്കന്മാര് മരിക്കാൻ കാത്തിക്ക് പെൻഷൻ കിട്ടാൻ വളവത്തിയുടെ ഇവിടെ പറയാം. ഒരാള് പെൻഷൻ കിട്ടി, ഇതൊക്കെ തന്നെ ഇന്ത്യ ഒക്കെ അവസ്ഥ അല്ലേ? പെൻഷന് വേണ്ടി കാത്തിരിക്കണം ഇവിടെ ഓരോരുത്തര്. പുതിയാപ്പുറം മരിച്ചതിനല്ല, പെൻഷൻ കിട്ടാത്തതിന് ഇറങ്ങാറ്. എല്ലാം നിങ്ങളെ കാര്യം ഞാൻ ആലോചിക്ക. ചെറുക്കുണ്ട് അയ്യോ, ഇങ്ങനെ നടക്കും പെൻഷന് അല്ലേ? ഈ വിധവ പെൻഷൻ മാത്രമേ ഉള്ളൂ, വിധവൻ പെൻഷൻ ഉണ്ടോ? അങ്ങനെയുണ്ടോ? അവിടെ ഇങ്ങക്ക് മുൻഗണന, ആണുങ്ങൾക്ക് ഒന്നുമില്ല. പെണ്ണുങ്ങളാരും മരിച്ചതിന്റെ മാപ്പിളാർക്ക് പൈസ ഒന്നുമില്ല. നമ്മളെന്താ പോകേ? അപ്പൊ എന്താ നിങ്ങൾക്ക് അതെടുക്കാൻ പറ്റില്ലേ? അപ്പൊ വാങ്ങിയ ആളോട് ചോദിക്കും, നിങ്ങള് സാധനം ഇല്ലാത്തതാണ് നമുക്ക് തന്നെന്ന് ചോദിച്ചു നോക്കി. നിങ്ങൾ അന്ന് ഒപ്പിച്ച് പഞ്ചായത്തിന്റെ തെറ്റാണ്. എന്ത് നിങ്ങൾ കമ്പ്യൂട്ടറിന് പോയിച്ച് നിങ്ങൾ ആക്കി തരാൻ പറയും. അപ്പൊ ഇത്രയും ഇതില്ലാത്ത പഞ്ചായത്താണ് നമ്മളെ പഞ്ചായത്ത്. ലൈറ്റോ അതോ നമുക്ക് അത്രയും കാലം വളപ്പ് കിട്ടിയിട്ടില്ല. ഇപ്പൊ സ്ഥലവും ഇല്ലേ, ലൈറ്റും ഉണ്ടായിരുന്നില്ല, റോഡും ഉണ്ടായിരുന്നില്ല. അപ്പൊ പറയാം നിങ്ങൾക്ക് സ്ഥലവും ഇല്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ പഞ്ചായത്തിൽ ഈ വീഡിയോ കണ്ടിട്ട് പഞ്ചായത്തിൽ എത്രയും പെട്ടെന്ന് ഉമ്മാക്ക സ്ഥലം തന്നില്ലെങ്കിൽ നമ്മൾ ഇതിനായിട്ട് ഞങ്ങള് പിന്നെ ആരെ വില്ലേജേര് പഞ്ചായത്തിൽ പോട്ടെ, വില്ലേജേരോടായി പറയാം. എന്നിട്ട് അതെ എവിടെ വീടില്ലാന്ന് സ്ഥലം ഇല്ലാന്ന് പറഞ്ഞ ആകളുടെ മുതൽ നിങ്ങൾ പോയപ്പോ എന്താ ചെയ്യാ? ഇതിന് പിന്നാലെ ഞാൻ നടക്കാൻ പറ്റുമോ? പണം ചെലവാക്കണത് ഒറ്റപ്പാലത്ത് ബസ്സുമില്ലേ? ആകെ പണിയായി. അപ്പൊ കഴിച്ച് ഇതിനെ കുറിച്ച് അറിയുന്നവര് ഒന്ന് പറഞ്ഞു കൊടുക്കിട്ടോ. വില്ലേജ് പോയിട്ട് സ്ഥലം ഇല്ലാന്ന് പറഞ്ഞ് ഇത്രയും കാലം നികുതി അടച്ച പേപ്പർ ഉണ്ടോ? അതൊക്കെ ഒരു കഥയാണ് സംഭവം. നമുക്കിപ്പോ ഇടങ്ങേറില്ലാത്ത എന്താ, എനിക്ക് ഇടങ്ങേറ് തന്നെ കേട്ടോ. അതങ്ങനെയല്ല, ഇപ്പൊ അതിലേക്ക് അങ്ങനെ നമ്മൾ ഈ ചിരിച്ചും കളിക്കണൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ വീടും പേരെയും സ്ഥലമൊന്നും ഇല്ലെങ്കിലാണ് അതിന്റെ എത്രത്തോളം ആഴം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ആകെയുള്ള സമ്പാദ്യവും ഇതേമാതിരി പോയി എന്ന് വെക്കുമ്പോൾ ഉള്ള ഭയങ്കര ടെൻഷൻ തന്നെയാണ്. ഇപ്പത്തെ കാര്യങ്ങൾ നോക്കട്ടെ. ഇത് പണ്ട കേൾക്കണമെന്നുണ്ടെങ്കിൽ ആകെ കയ്യിൽ പോയിട്ട് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ചെയ്യുന്ന ചെറ്റത്തരാട്ടോ. കാരണം ഇത്രയും കാലം നികുതി അടച്ചിങ്ങാണ്ട് ഇപ്പൊ പറയണം നിങ്ങൾക്ക് ആ സ്ഥലം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടുത്തെ ന്യായമാണ്? ആകെ 5 സെന്റ് സ്ഥലമുള്ളത്. അതിപ്പോ ബാക്കിയുള്ള ഇപ്പുറത്തൊരു പിടിച്ചെടുത്തു എന്ന് പറഞ്ഞപ്പോ എന്താ പോലൊക്കെ പറയാ? ഓലൊക്കെ സ്ഥലമുണ്ട്, ഈ സ്ഥലം മാത്രം അവിടെ ഒരു കഷ്ണം ഇല്ല എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ ചെയ്യുന്നത് പരമ ചെറ്റത്തരാണ്. അപ്പൊ എന്തായാലും അതിന് എതിരെ നമ്മൾ പോരാടിയിട്ട് ആ സ്ഥലം നമുക്ക് വാങ്ങിക്കൊടുക്കും ഗൈസ്. അതിന് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. ഇത്രയും കാലം നികുതി അടിച്ച പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്ഫുള്ളാക്കാൻ പറ്റുമെങ്കിൽ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടതെന്നുള്ള പറഞ്ഞാൽ നമ്മൾ നികുതി അടിച്ച പേപ്പറും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഈ ചെടിയിൽ കണ്ടോ വീണ്ടും വള്ളി വന്നു. എനിക്കിത് തോന്നുന്നത് മൊത്തത്തിൽ ഇനിയിപ്പോൾ ഈ ചെടി മാറ്റേണ്ടി വരുന്ന തോന്നുന്നു. കാരണം വേറെ വഴിയില്ല. ഈ ചെടിയിൽ ഇങ്ങനെ വള്ളി വന്നുകൊണ്ടാണ് ഈ ചെടി ഉയരം വെക്കാത്തത്. ഇതിൻ്റെ ഒപ്പം വെച്ച ചെടിയാണ് ഇവിടെ ഉള്ള ചെടി. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രില്ലിൻ്റെ അത്ര ഹൈറ്റും വന്നിട്ടുണ്ട്, നല്ല തളച്ചു വളർന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിപ്പോഴും ഇത്രയും ഹൈറ്റുള്ളൂ, മുരടിച്ച് നിൽക്കുകയാണ്. എത്രയോ പൈസ കൊടുത്ത് നമ്മൾ വെച്ച ചെടിയാട്ടോ. എവിടെ നിന്നാണ് ഇത് വരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഗായ്സ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇന്നൊരു കല്യാണം. ആ സീറ്റ് ബെൽറ്റ് ഇട്. അങ്ങനെ ഇന്നത്തെ കല്യാണം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണാർക്കാടാണ്. ഏതാണ് ഓഡിറ്റോറിയം എന്നൊന്നും അറിയില്ല, ലൊക്കേഷൻ വിട്ടാൻ നിൽക്കുന്നത്. നമ്മളൊരു ഫ്രണ്ടിന്റെ കല്യാണമാണ്. അങ്ങനെ നമ്മൾ ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ, അലേഹ, സിനു ആൻഡ് ഐബു. അപ്പോൾ നമുക്കാണ് കല്യാണം ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങളാണ് പോകുന്നത്. അലേഹക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് സ്റ്റൈലും കുട്ടിയായതാണ്. ഇപ്പൊ കറക്റ്റ് പിച്ചക്കാരി കുട്ടിയായിട്ടുണ്ട്. എന്റെ കോലം കാട്ടി നോക്കാം. എന്താ അലേഹജ് ഇങ്ങനെ? ഇടോക്ക് എന്ത് ബാക്ക് പോയിരുന്ന ഓള് മുണ്ടാതിരിക്കണുണ്ടെങ്കിൽ എന്തെങ്കിലും ഓള് ഒപ്പിക്കണുണ്ടാവും. നോക്കിയില്ല. നോക്കാത്ത കുറെ സംഭവങ്ങളുണ്ട്. നായ വീണ്ടും ചെരുപ്പുണ്ട് ഇങ്ങനെ
ഷൂറേക്ക് വെച്ചിട്ട് നായ ചെരുപ്പ് കൊണ്ടുപോയി. മതിലിൻ്റെ 4 പുറം വെയിൽ കെട്ടിയിട്ടും ചെരുപ്പ് നായ കൊണ്ടുപോകുന്നുണ്ട്. ഇനി ഒരൊറ്റ പണിയുള്ളൂ, നായനെ വരാണ്ടാക്കുക, നായനെ കൊല്ലാണ്. ഇപ്പം ഞാൻ പറഞ്ഞു ഷൂറേക്കൊക്കെ ഉള്ളതല്ല, എൻ്റെ ചെരുപ്പ് എടുത്ത് വെച്ചൂടെ എന്നപ്പോൾ ഞങ്ങളുടെ ചെരുപ്പൊന്നും എടുത്ത് വെച്ചിട്ടില്ല, ഓളെ മാത്രമേ കൊണ്ടുപോകണേ. എപ്പോഴും ഇടുന്ന ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ചെരുപ്പ് വാങ്ങിയിട്ട് ഒരു മാസം തയ്ച്ചായിട്ടില്ല കേട്ടോ. അതായത് പുതിയ ചെരുപ്പ്, സ്പോഞ്ച് പോലത്തെ ചെരുപ്പാണ്. എന്താണ് നായക്ക് പല്ലിന് കടിക്കാൻ പറ്റുന്ന ചെരുപ്പാണ്, അതാണ് കൊണ്ടുപോയിട്ടുള്ളത്. നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. മണ്ണാർക്കാടാണ് ചെയ്യണം ഓഡിറ്റോറിയം. ഇവിടെ പോയിട്ട് ഇനി ഡയറ്റ് ഫുഡ് ഉണ്ടോന്നോ. അലേഹ എവിടെ? അലേഹനതിൻ്റെ ഇടയിൽ നമ്മൾ ഇറക്കി മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ വരുവോളം ഉണ്ടായാൽ മതിയായിരുന്നു. ഇതിന് പിടിച്ചോ കല്യാണമൊക്കെ കൂടി അഞ്ചിട്ട് കല്യാണം കഴിഞ്ഞ് എൻ്റെ കുട്ടി ഓടുന്നുണ്ട്. മതി മെല്ലെ 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 മെല്ലെ. അലേക്ക് മാക്സി വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉള്ള മാക്സികൾ ഇരിക്കുമ്പോഴത്തേക്ക് അവിടെ നല്ല അടിപൊളി മാക്സികളുണ്ട്. അപ്പോൾ അലേക്ക് മാക്സി വാങ്ങാൻ വേണ്ടി സിനിമ പോയിരിക്കുകയാണ്. ആ മുകളിലത്തെ മാക്സി നല്ല രസമുണ്ട്, അതേപോലത്തെ അടിയില പച്ചയൊക്കെ നല്ല രസമല്ലേ. അപ്പം എന്തായാലും നിർത്തോക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലെ പൊന്തല്ല, പുല്ല് വെട്ടി റെഡിയാക്കുന്നത്. മെയിൻറ്റെയിൻസ് ചെയ്യാൻ നല്ല പണിയാണ് ഗായ്സ്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. വീട്ടിൽ കുറച്ച് പുല്ല് വെട്ടുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞ് മൊത്തത്തിൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഗായ്സ്. അപ്പോൾ എന്തായാലും നല്ലൊരു ഡേ ഇൻ മൈ ലൈഫും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ഓക്കെ.